യാക്കോബായ കൗതലിക വാഴിക്കൽ ചടങ്ങുകളെക്കുറിച്ച് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ വ്യാജമാണെന്നാണ് ജോസഫ് മാർ ഗ്രിഗോറിയസ് 24 പറയുന്നത്. ജനുവരിയിൽ ഡമാസ്കസിൽ വെച്ച് ചടങ്ങ് നടക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. മലങ്കര മെത്രാപ്പൊലീത്ത വ്യക്തമാക്കുന്നു. ഗ്രീസ് പീറ്റർ കൊച്ചിയിൽ നിന്നും ടെലിഫോണിലുണ്ട്. ഗ്രീസ് പീറ്റർ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഈ മലങ്കര യാക്കോബായ സഭയുടെ കാതോലിക്ക വാഴിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വാർത്തയെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് മലങ്കര മെത്രാപ്പൊലീത്തയും ഒപ്പം തന്നെ യാക്കോബായ സഭയുടെ മീഡിയ വക്താവുമായ ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് തിരുമേനിയും 24 സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതായത് കഴിഞ്ഞ ദിവസമാണ് പാത്രിയർക്കീസ് ബാവ മലങ്കര മെത്രാപ്പൊലീത്തയെ കാതോലിക്കയായി വാഴിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ഇത് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ വാഴിക്കൽ ചടങ്ങുകൾ ഉടൻ ഉണ്ടാകുമെന്നും പാത്രിയർക്കീസ് ബാവ പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും സിറിയയിലെ ദമാസ്കസിൽ വാഴിക്കൽ ചടങ്ങ് അല്ലെങ്കിൽ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത, അതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക കുറിപ്പോ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് യാക്കോബായ സഭാ നേതൃത്വം അറിയിക്കുന്നുണ്ട്. ഇന്നലെയാണ് പാത്രിയർക്കീസ് ബാവ കൊച്ചിയിൽ നിന്നും ദമാസ്കസിലേക്ക് മടങ്ങിയത്. അപ്പോൾ തന്നെ അതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ട സമയം ആയിട്ടില്ല എന്ന് ഗ്രിഗോറിയോസ് തിരുമേനി, ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത നമ്മളോട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യം തന്നെയാണ് തെയോഫിലോസ് മെത്രാപ്പൊലീത്തയും ആവർത്തിക്കുന്നത്. കാരണം ബാവയ്ക്ക് അതിൽ ഒരു ചർച്ച ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു അടിയന്തര സുനഹദോസ് ചേരുവാനോ ഉള്ള സമയം ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതെന്ന് സഭയ്ക്ക് അറിയുകയുമില്ല. ഒപ്പം തന്നെ യാക്കോബായ സഭ ആവർത്തിക്കുന്നുണ്ട്, മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് തന്നെ കാതോലിക്കയായി വാഴിക്കപ്പെടും. പക്ഷേ എന്നാൽ അതിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ എന്ന് അല്ലെങ്കിൽ എപ്പോൾ എവിടെ വെച്ച് എന്ന കാര്യത്തിൽ യാതൊരുവിധ സ്ഥിരീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ദമസ്കസിൽ വെച്ച് വാഴിക്കുമെന്ന് പറയുമ്പോഴും സിറിയൻ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ദമസ്കസിൽ ഉടനെ അത്തരത്തിലൊരു ചടങ്ങ് നടത്തുവാനുള്ള സാഹചര്യം ഇതിന് വഴിയൊരുങ്ങുമോ എന്ന ആശങ്കയും യാക്കോബായ സഭയ്ക്കുണ്ട്. എന്തായാലും ഈ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണ്, അല്ലെങ്കിൽ ദമസ്കസിൽ വെച്ച് ചടങ്ങ് നടക്കുമെന്ന ജനുവരിയിൽ ചടങ്ങ് നടക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ല, അതിൽ ഒരു കഴമ്പില്ല എന്ന് യാക്കോബായ സഭാ നേതൃത്വം പ്രത്യേകിച്ച് നിയുക്ത കാതോലിക്ക കൂടിയായ മലങ്കര മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24 ആവർത്തിച്ച് പറയുന്നുണ്ട്. SK